സുബ്ഹാനഹു വ തആല യുവത്വം എന്ന് പറയുന്ന നിഅമത്ത് നൽകിയ ആളുകൾ അലസരാണ് എന്ന് പറഞ്ഞ് മരുമചാരി എന്ന് പറഞ്ഞ പേരിൽ എഴുതിയ ആ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് വായിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം. ആദരണീയമായ സ്വഭാവത്തിൻ്റെ മര്യാദകൾ പാലിക്കുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകരെ, നിശ്ചയം നിങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ട സമയത്ത് അവർ പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ എന്നാണ്. കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനിൽ എന്ത് പറഞ്ഞു അതായിരുന്നു. ആ ഖുർആന്റെ സ്വഭാവം, അതിൽ പറഞ്ഞ കാര്യങ്ങൾ വാക്കുകളിൽ കൂടെ പ്രവർത്തനങ്ങളിൽ കൂടെ ജീവിച്ച് അത് യഥാർത്ഥത്തിൽ ആളുകൾക്ക് കാണിച്ച് മാതൃകയാക്കി കൊടുത്തുകൊണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചത്. അപ്പോൾ ഖുർആനും സുന്നത്തും ഒരാൾ ശരിയായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ സ്വഭാവമായിട്ട് നന്നായി തീരും. അവൻ്റെ സ്വഭാവം, അള്ളാഹുവിനോടുള്ള സ്വഭാവമുണ്ട്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള സ്വഭാവമുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരം പാലിക്കേണ്ടുന്ന സ്വഭാവങ്ങളുണ്ട്. മറ്റ് മതക്കാരായ ആളുകളോട്, സമൂഹങ്ങളോട്, ജീവികളോടൊക്കെ പുലർത്തേണ്ടുന്ന സ്വഭാവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂടെ, പല അധ്യാപനങ്ങളിൽ കൂടെ അത് പലപ്പോഴും വിവരിച്ച് തന്നതാണ്. ആ പ്രവാചകൻ പറഞ്ഞ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ അവിടുത്തെ അനുചരന്മാർ, സഹാബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ലോകത്ത് വന്ന ഭൂമിയിൽ കൂടെ നടന്ന പ്രവാചകന്മാർ കഴിച്ചാൽ പിന്നീടുള്ള ഏറ്റവും ഉത്തമരായ വ്യക്തിത്വങ്ങളായി എന്നുള്ളത്. പിന്നീടുള്ള ഏറ്റവും ഉത്തമരായ വ്യക്തിത്വങ്ങളായി. പല രാജ്യങ്ങളിലും മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ആ സഹാബത്തിൻ്റെ സ്വഭാവ മഹിമ കണ്ടാണ് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതല്ലാതെ പലരും യുദ്ധങ്ങളിൽ കൂടെ അല്ലായിരുന്നു. അത്ര വലിയ സ്വഭാവത്തിൻ്റെ ഉടമകളായ അവരുടെ ആ സ്വഭാവ മഹിമ കണ്ട് അവർ പിന്നെ ഇസ്ലാമിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനത്തെ ധാരാളം അവരുടെ അനുഭവങ്ങളും ചരിത്രങ്ങളുമുണ്ട്. ഷെയ്ഖ് ഹഫിളഹുല്ല ഇതിൽ പറയുന്നത്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഒരു ഹദീസാണ്. ബയാനു ഹഖിൽ മുസ്ലിമി അലൽ മുസ്ലിം. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ പരസ്പരം പാലിക്കേണ്ടുന്ന, അവർ തമ്മിൽ ഉണ്ടാവേണ്ടുന്ന മര്യാദകൾ, കടമകൾ, ബാധ്യതകൾ, അതിനെക്കുറിച്ചാണ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുക, അത് ഒരു അദബിൽപ്പെട്ടത്. അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഹക്കാണത്, കടമയാണത്. അത് നമ്മൾ പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 എണ്ണമാണ്. ഈ ഹദീസിൽ കൂടെ, ഈ വചനങ്ങളിൽ കൂടെ 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് മാത്രമുള്ളൂ എന്നൊന്നും അതിനർത്ഥമല്ല. മറ്റും അദബുകളും ഹക്കുകളും ബാധ്യതകളും ഉണ്ട് താനും. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ അവന് സലാം പറയണം. സലാം പറയൽ സുന്ന മുഅക്കദ എന്ന പണ്ഡിതന്മാർ പറയുന്നത്. വളരെ പ്രാധാന്യമുള്ള സുന്നത്താണ്. സലാം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട ആളത് മടക്കൽ നിർബന്ധമാണ് താൻ. സുന്നത്തിനാണ് കൂലി കൂടുതൽ നിർബന്ധത്തെക്കുള്ള അപേക്ഷ നോക്കുമ്പോൾ. അങ്ങനത്തെ ഒരു അമലാണ്, ഒരു ഇബാദത്താണ് സലാം പറയൽ. സുന്നത്താണ്. ആ പറയുന്നതിനാണ് ഏറ്റവും വലിയ കൂലി പ്രതിഫലം. മടക്കുന്നത് കൊള്ള അപേക്ഷ നോക്കുമ്പോൾ മടക്കൽ നിർബന്ധമാണ്. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി വഇദാ ദഅാക ഫഅജിബുഹു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അവൻ്റെ വീട്ടിലേക്കോ അവൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചാൽ, സൽക്കാരങ്ങളോ സദ്യങ്ങളോ പോലത്തെ കാര്യങ്ങൾ ക്ഷണിച്ചാൽ, ഫഅജിബുഹു, ആ ക്ഷണത്തിന് ഉത്തരം ചെയ്യണം. അത് വിവാഹ സൽക്കാരം എന്ന് പറയുന്ന വലീമയാണെങ്കിൽ അത് നിർബന്ധമാണ് എന്നാണ് ഉലമാക്കൾ അത് പറയുന്നത്. അല്ലാത്ത നിലക്കുള്ള സൽക്കാരങ്ങൾ സുന്നത്താണ്. അവൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് സുന്നത്താണ്. ഇതിൻ്റെയൊക്കെ ചെറിയ വിശദീകരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ക്ഷണത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത തടസ്സങ്ങളോ കാര്യങ്ങളോ ഉള്ളതാണെങ്കിൽ ആ വിളിക്ക് ക്ഷണത്തിന് ഉത്തരം ചെയ്യാതിരിക്കാൻ
ഈ മുസ്ലിമായ മനുഷ്യന് അവകാശമുണ്ട് താൻ. ഇവന് ക്ഷണം സ്വീകരിക്കാനുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ അത് ഒഴിവാക്കുക എന്നുള്ളത് വിളിച്ചവൻ്റെ കടമയിൽപ്പെട്ടതാണ്, അവൻ്റെ ബാധ്യതയാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് എന്തെങ്കിലും ഒരു ഉപദേശം ചോദിച്ചാൽ, നസീഹത്ത് ചോദിച്ചാൽ, അവൻ ഒരു വിവാഹത്തിലേക്ക് മുന്നിടുകയാണ്, അവനൊരു കച്ചവടത്തിലേക്ക് മുന്നിടുകയാണ്, ഒരു യാത്ര ചെയ്യാൻ, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മുന്നിടുമ്പോൾ അതിൻ്റെ അഭിപ്രായം ചോദിച്ചു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് നസീഹത്ത് തരി എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയോട് വഞ്ചനയോ ചതിയോ അവൻ അപകടങ്ങളോ അവന് നഷ്ടങ്ങളോ ഒന്നും ഇല്ലാത്ത നിലക്ക് ഇവന് അറിയുന്ന നല്ല നസീഹത്തുകൾ കൊടുക്കണം. ഒരാൾക്കിനി അതിന് കഴിയൂല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നല്ലൊരു ഉപദേശം നസീഹത്തും കൊടുക്കാൻ ഒരാൾക്ക് കഴിയൂല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിഡ്ഢിത്തരം കൊടുത്തിട്ട് ആ മനുഷ്യൻ അപകടത്തിൽ ചാടിക്കാൻ നിൽക്കരുത്. എനിക്കതിന് കഴിവില്ല, ഞാനതിന് പ്രാപ്തനുമല്ല എന്ന് പറഞ്ഞ് അതിലേറെ കഴിവും പ്രാപ്തിയുമുള്ള വിശ്വസ്തനായ പറ്റുന്ന ആളിലേക്ക് അവനെ പറഞ്ഞു വിടാവുന്നതേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ആ മനുഷ്യൻ പിന്നീട് ഒരു അപകടത്തിലോ പ്രയാസത്തിലോ ചെന്ന് ചാടാൻ ഒരിക്കലും ഇടവരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അറിയും, ഇവന് അതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്, ബോധ്യമുണ്ടെങ്കിൽ നല്ല നിലക്കുള്ള നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് കളവും വഞ്ചനയും ചതിയും അപകടങ്ങളൊന്നും ഇല്ലാത്ത നിലക്കുള്ള നസീഹത്ത് കൊടുക്കൽ അതൊരു മുസ്ലിമിന്റെ കടമയിൽപ്പെട്ടത്. അതേപോലെ തന്നെ ഒരാൾ തുമ്മിയാൽ, തുമ്മൽ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിന് അവൻ്റെ ബോഡിക്ക് നൽകിയ മഹത്തായ ഒരു നിഅമത്താണ്. അവൻ്റെ ശ്വാസത്തിൻ്റെ മൂക്കിൽ കൂടെയോ മറ്റോ എന്തെങ്കിലും ശരീരത്തിന് പറ്റാത്ത വസ്തുക്കൾ കടന്നുകൂടുകയോ അതല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് അവൻ്റെ ശ്വാസോച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുകയോ ചെയ്യുമ്പോൾ ശരീരത്തിന് ഉന്മേഷത്തിനും അവൻ്റെ ആരോഗ്യ പ്രക്രിയയുടെ രക്ഷക്കും അതിൻ്റെ ഗുണത്തിനും വേണ്ടി അള്ളാഹു നമുക്ക് സംവിധാനിച്ചു വെച്ച ഒരു സാധനമാണ് തുമ്മുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരാൾ ഒന്നാൾ തുമ്മിക്കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം അവൻ്റെ ശരീരത്തിന് അനുഭവപ്പെടും, മനസ്സിനും അനുഭവപ്പെടും. അതുമായി ചർച്ച ചെയ്യുന്ന പല ആളുകൾ ശരീരത്തിന് അതുകൊണ്ടുണ്ടാകുന്ന വലിയ നേട്ടങ്ങളൊക്കെ പറഞ്ഞത് പലപ്പോഴും ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഏതാണെങ്കിൽ. അപ്പോൾ അത്ര വലിയ നിയമത്തുണ്ടാകുമ്പോൾ ആ മൂക്കിലേക്ക് കയറിപ്പോയ താല്പര്യം പറ്റാത്ത, ശരീരത്തിന് പറ്റാത്ത വസ്തുക്കൾ പുറത്തേക്ക് പോയി ബാക്ടീരിയകളോ അതല്ലെങ്കിൽ രോഗത്തിന് കാരണമാകുന്ന വസ്തുക്കളോ അതല്ലെങ്കിൽ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ ദുർഗന്ധങ്ങളോ ഏതാണെങ്കിൽ പറ്റാത്ത ആ വസ്തുക്കളെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഇവൻ്റെ ശരീരത്തിൻ്റെ ശരിയായ ആരോഗ്യ സ്ഥിതി നിലനിർത്താൻ പര്യാപ്തമായൊരു സംവിധാനമാണ് തുമ്മുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് ആ ഒരു പറയുന്ന അവസ്ഥ നമുക്ക് അനുഭവപ്പെടുമ്പോൾ വരുമ്പോണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളുണ്ടാകും. തുമ്മിയോട് പോയാലുണ്ടാകുന്ന ആശ്വാസമുണ്ടാകും. മുഅ്മിനായൊരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയണം. അത് പറയും, മുഅ്മിനീങ്ങളത് പറയും. അവൻ അനുഭവപ്പെട്ട ആ പ്രയാസത്തിൽ നിന്ന് അവൻ്റെ അധ്വാനവും കഷ്ടപ്പാടും ഇല്ലാതെ വലിയൊരാശ്വാസം അള്ളാഹുവിന് നൽകുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ അത് പറച്ചിൽ വരും. ഒരു മുഅ്മിനാണെങ്കിൽ അവന് വരും. അത് ഒരുത്തിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞൊരു മുനാഫിക്കായ മനുഷ്യൻ, അവന് എത്ര തെറ്റുകളും പാപങ്ങളും ഉണ്ടെങ്കിലും അവൻ്റെ മൂക്കിൻ്റെ അടുത്തുകൂടി ഈശ പാറിയതുപോലെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. നേരെ മറിച്ച് മുഅ്മിനാണെങ്കിൽ അവൻ്റെ അനക്കങ്ങളും അടക്കങ്ങളും അവൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനൊരു വ്യക്തത ഉണ്ടാകും, ഒരു ശ്രദ്ധയുണ്ടാകും. ഇത്ര വലിയ നിഅമത്തിനിക്ക് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അവന് പറച്ചിൽ വരും. അപ്പം ആ പറയുന്നത് കേട്ട ആളുകൾ ഓരോ ആളും ആരൊക്കെ കേട്ടു എന്നുണ്ടെങ്കിൽ ആ കേട്ടവർക്ക് മുഴുവനും കടമയാണ്, ബാധ്യതയാണ് ഇർഹമുക്കല്ലാ എന്നവനോട് പറയും. ഇർഹമുക്കല്ലാ എന്ന് പറയും. ഇവിടെ നമുക്കറിയാം പല ആളുകളും ഒരു പക്ഷേ അൽഹംദുലില്ലാ പറയലുണ്ടോയെന്ന് കേൾക്കാത്തതുണ്ട്. ചില ആളുകൾ ആരും കേൾക്കാതെ മൗനമായിട്ട് പറയലുണ്ട്. ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുആ കിട്ടും. എത്ര ആളിൽ നിന്ന് കിട്ടും? അത് കേട്ടവർക്ക് മുഴുവനും കടമയാണ് ഇർഹമുക്കല്ലാ എന്ന് പറയും. അള്ളാഹു ആ മനുഷ്യരുടെ ദുആ സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പണിയിൽ കൂടെ അൽഹംദുലില്ലാ എന്ന് പറയാൻ
നാം ശീലിക്കുക, പഠിച്ച് തയ്യാറാകുക. ഇനി ഇവിടെ അങ്ങട്ടെങ്കിലും അത് കേൾക്കുന്ന ആളുകൾ അവനോടുള്ള ബാധ്യത എന്നുള്ള നിലയ്ക്ക് യർഹമുക്കല്ലാ എന്ന് പറയും. ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, ഒരു സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ശിഷ്യന്മാർ കേട്ടവരൊക്കെ ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശബ്ദം പട്ടണത്തിൽ വന്ന് കേട്ടു എന്നുള്ളത്, പട്ടണത്തിൽ വരെ അതിൻ്റെ ശബ്ദം, അതിൻ്റെ അലയൊലികൾ കേട്ടു. ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് ഉലമാക്കൾ പറയുന്നു. അപ്പോൾ അതിന്ന് വിസ്മരിക്കപ്പെട്ട ഒരു സുന്നത്തായിട്ടാണ് പലപ്പോഴും നമ്മളുടെ ആൾക്കൂട്ടങ്ങളിൽ കാണുന്നത്. ലജ്ജ കൊണ്ടാണോ, അറിയാത്തത് കൊണ്ടാണോ, നമുക്ക് അത്യാവശ്യം റഹ്മത്തും കാര്യമൊക്കെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണോ അറിയും. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ ശീലിക്കുക, പഠിക്കുക. അത് മറ്റുള്ളവർ കേട്ടോട്ടെ, ആളുകൾക്ക് അലോസരമില്ലാത്ത നിലക്ക് എന്ന് കരുതിയിട്ട് വലിയ ശബ്ദത്തിൽ എന്നുള്ളതല്ല, അത് കേൾക്കാനുള്ള അവസരമുണ്ടാകുക. കേൾക്കുന്ന ആളുകൾ ആ കടമയാണ്, ബാധ്യതയാണ്, അത് അവനോട് ഞാൻ ചെയ്യേണ്ടതാണ്. യർഹമുക്കല്ലാ എന്ന്, യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്മിയാൾ വീണ്ടും ഒരു ദുആ, ഇങ്ങോട്ടൊരു ദുആ അവരുടെ ഭാഗത്തിൽ നിന്നുണ്ടായപ്പോൾ നമ്മുടെ ഭാഗത്തിൽ നിന്ന് പ്രത്യുപകാരം എന്നുള്ള നിലക്ക് തിരിച്ചങ്ങോട്ട് വീണ്ടും പറയും. യഹ്ദീകല്ലാഹു വയസ്ലുഹി ബാലക്കും, യഹ്ദീകുമുല്ലാഹു വയസ്ലുഹി ബാലക്കും, അങ്ങോട്ട് വീണ്ടും. എത്ര സ്നേഹത്തിൻ്റെ വായ്പകൾ, എത്ര മാന്യമായ പെരുമാറ്റങ്ങൾ, ആദരവുള്ള ആദാബുകൾ, മര്യാദകൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. തുമ്മിയോന് അൽഹംദുലില്ല, കേട്ടോൽക്ക് യർഹമുക്കല്ലയില്ല. എന്നാൽ ആവശ്യമില്ലാത്ത ഒരുപാട് സംസാരം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ചെയ്യും. അങ്ങനെയല്ല, മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ റമദാൻ പോലത്തെ ഈ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി, തിരുത്തലുകൾ വരുത്തി നല്ല നിലക്ക് ഉയരാനും അഭിവൃദ്ധിപ്പെടാനുള്ള അവസരങ്ങളാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണല്ലോ നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നോമ്പ് നിർബന്ധമാക്കിയ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുടെ ഓരോരോ ഭാഗങ്ങളും അത് ഉയർത്തി, അത് ആ തഖ്വയുടെ ഓരോരോ വശങ്ങളും അത് പരിപോഷിപ്പിച്ച് ഉന്നതമായ നിലവാരത്തിലേക്ക്, ആദരവിലേക്ക് എത്താം. വഇദാ മരിള ഫഉദുഹു, മുഅ്മിനായൊരു മനുഷ്യൻ, മുസ്ലിമായൊരു മനുഷ്യൻ രോഗിയായാൽ മറ്റുള്ള ആളുകൾ അവനെ പോയി രോഗം സന്ദർശിക്കാൻ വേണ്ടി പോകും. അത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഒരു ബാധ്യതയാണ്. ആരോഗ്യത്തോടു കൂടെ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി അവൻ സ്വയം പര്യാപ്തനാണ്, അവൻ്റെ കാര്യങ്ങൾക്ക് അവൻ പ്രാപ്തനാണ്, അവൻ ശക്തനാണ്, അവൻ ഉന്മേഷവാനാണ്. രോഗമാകുമ്പോൾ ഈ പറയുന്നതൊക്കെ ഡൗണാകും, താന്ന് വരും. മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാകും, ശാരീരികമായിട്ട് വേദനകളുണ്ടാകും, അവന് ടെൻഷനുകളുണ്ടാകും, അസ്വസ്ഥ്യമുണ്ടാകും, ബലഹീനതയുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ സഹോദരന്മാർ അവൻ്റെ അടുത്ത് വന്ന് വല്ലാത്തൊരു പനിയിട്ടോ, പറ്റ തളർന്നക്കണു എന്നൊന്നും പറയാനും നിൽക്കരുത്. അൽഹംദുലില്ലാ, കുറച്ച് തെളിയിലാണല്ലോ, കുറച്ചൊക്കെ ഒരു ആശ്വാസത്തിലാണല്ലോ. ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാരല്ല, ശുദ്ധീകരിക്കലാണ്, ഇതൊരു പ്രക്രിയയാണ്. തെറ്റുകളും പാപങ്ങളൊക്കെ ശുദ്ധീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി എടുക്കലായിരിക്കും. ക്ഷമിക്ക്, അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം പ്രതീക്ഷിക്ക്. സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് രോഗം കാണാൻ വേണ്ടി ചെന്ന രണ്ട് വിഭാഗം ആളുകളാണ്. ചില ആളുകൾ അവിടെ വരാത്തതായിരിക്കും നല്ലത് എന്ന് തോന്നും, അങ്ങനത്തെ രോഗം കാണുന്നവരുണ്ട്. അത് ഈ നന്മ ചെയ്യാൻ പോയി തിന്മയിലേക്ക് പോകുന്നത്. രോഗിയാണെങ്കിൽ അവന് പോയി സന്ദർശിക്കണം. ഈ ചെന്ന വ്യക്തി കുറച്ച് കൂടുതൽ സമയം രോഗിയുടെ അടുത്ത് ഇരിക്കുന്നത് ഇഷ്ടമാണ് എന്നനുഭവപ്പെട്ടാൽ കുറച്ച് കൂടുതൽ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. ഈ വന്നയാളൊന്ന് പോയി കിട്ടിയെങ്കിൽ എന്ന് ആ രോഗിയുടെ പെരുമാറ്റത്തിൽ നിന്നോ മുഖഭാവത്തിൽ നിന്നോ തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ അവിടെ ഇരിക്കാതെ ഈ കടമ പാലിക്കുക, അവിടുന്ന് പോകും ചെയ്യും. അവന് ആഫിയത്തിന് വേണ്ടി, അവന് ശമനത്തിന് വേണ്ടി, അവന് ആശ്വാസത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. സമാധാനിപ്പിക്കുന്ന, അവൻ്റെ ഹോർമോണുകൾ ഉത്തേജിപ്പിക്കുന്ന നല്ല ഹോർമോണുകൾ, അവൻ്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് വരാൻ അവന് സഹായകരമാകുന്ന വാക്കുകൾ, ദുആകൾ അവിടെ വെച്ച് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ രോഗിയാണ്, കഴിഞ്ഞ ആഴ്ച മറ്റാൾ അസുഖം പിടിച്ചിട്ട് പിന്നെ അയാൾക്ക് ക്യാൻസർ ആയിരുന്നു, അയാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാൻ നിൽക്കരുത്. അനുഭവത്തിലുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ അയാൾക്കത് ഇങ്ങനെയാണ് തുടങ്ങിയത്, പിന്നീട് മൂപ്പർക്കും വേണ്ടി 5-8 ലക്ഷം റുപ്യ ചെലവാക്കിക്കാണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ. പറയാൻ നിൽക്കരുത്. മനസ്സിലുണ്ടെങ്കിലും സമാധാനിപ്പിക്കുന്ന വാക്കുകൾ. ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചെന്നൊരു വാക്കാണത് രോഗിയെ കാണുന്നത്. ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, സാരല്ല, ശുദ്ധീകരിക്കലായിരിക്കും. അള്ളാഹു ദോഷം പുറത്തു തരും, പദവികൾ ഉയർത്തിത്തരും.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അജ്ജല ലഹു ഉഖൂബതഹു ഫിദ്ദുനിയ, അജ്ജല ലഹു ഉഖൂബതഹു ഫിദ്ദുനിയ, അവൻ്റെ ശിക്ഷകളും അവൻ്റെ കണക്കൊക്കെ ദുന്യാവിൽ തന്നെ നേരത്തെ തീർത്തിട്ട് അവൻ പൂർണ്ണ പരിശുദ്ധനും പവിത്രനുമായിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോവുക. അപ്പോൾ രോഗമുണ്ട് എന്ന് കരുതി, പ്രയാസമുണ്ട് എന്ന് കരുതി നിരാശപ്പെടുത്തേണ്ട ആവശ്യമില്ല. രോഗി നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദുന്യാവിൽ വെച്ച് കണക്കുകളൊക്കെ തീർത്ത് സുരക്ഷിതനായി പരിശുദ്ധനായി വൃത്തിയുള്ളവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയാന്നുള്ളത് അതാണ് നല്ലത്. അള്ളാഹു ഒരു മനുഷ്യനോട് വെറുപ്പാണെങ്കിൽ അവൻ ഈ ലോകത്ത് ചെയ്തതിൻ്റെ കണക്ക് മുഴുവനും ദുന്യാവെന്ന് ഒന്നും കൊടുക്കാതെ പരലോകത്തേക്ക് നീട്ടിവെക്കും, മാറ്റിവെക്കും. കുഫാറുകൾ മുജ്രിമീങ്ങൾ ഒരു പക്ഷേ നല്ല ആരോഗ്യത്തോടെ നല്ല ഉത്സാഹത്തോടെ നല്ല ഉന്മേഷത്തോടെ അഭിവൃദ്ധിയോടെ പോകുന്നത് കണ്ടല്ല യഗുറന്നക തഖല്ലുബുല്ലദീനക പോകും. സത്യനിഷേധികൾ ഈ ലോകത്ത് ഭൂമിയിൽ കടന്നിങ്ങനെ മറിയുന്നത് കണ്ട് വഞ്ചനയിൽ ചാടാൻ നിൽക്കരുത്, വഞ്ചിതരാവരുത്. മതാഉൻ ഖലീൽ, ദുന്യാവിൽ കുറഞ്ഞ വിഭവങ്ങൾ, അതിൽ കടന്നിട്ട് ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ്, ആസ്വദിക്കുകയാണ്, ആർഭാടത്തിലാണ്. പരലോകത്തെത്തിയാൽ ഈ ലോകത്ത് ചെയ്തതിൻ്റെ മുഴുവനും ഇരട്ടിയായ ശിക്ഷകളും ദുരിതങ്ങളും അവരനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ മുഅ്മിനായൊരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ രോഗിയാണെങ്കിൽ ഫഉദുഹു, അവനെ രോഗം സന്ദർശിക്കാൻ പോകണം. വഇദാ മാത ഫത്തബിഉഹു, മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ ജനാസയെ പരിപാലിക്കാനും ആ പറയുന്ന കാര്യങ്ങളിൽ മുഴുവനും പങ്കെടുത്തുകൊണ്ട് ആ മയ്യത്തിൻ്റെ കൂടെ അവനെ മയ്യത്ത് പരിപാലനത്തിൽ, അതിൽ നിസ്കാരം അതിലുണ്ട്, കഫൻ ചെയ്യുന്നതുണ്ട്, മറമാടുന്നതുണ്ട്, കുളിപ്പിക്കുന്നതുണ്ട്, അവൻ്റെ മേൽ നിസ്കരിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഭാഗവാക്കായിക്കൊണ്ട് ആ മയ്യത്തിൻ്റെ കൂടെ പിന്തുടര. ഖബറിൽ കൊണ്ടുപോയി അവനെ മറമാടുന്നത് വരെ കഴിയും എന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക മുസ്ലിം. കുടുംബത്തിൽപ്പെട്ട ആൾ മരിച്ചാൽ മാത്രമോ നമുക്ക് പരിചയം ബന്ധും കൂട്ടുകാരനൊക്കെയാണ് അവരത് മാത്രമല്ല, മുസ്ലിമാണോ നമുക്ക് കഴിയും എന്നുണ്ടെങ്കിൽ ആ പറയുന്ന മയ്യത്ത് പരിപാലനത്തിൽ നമ്മൾ ഭാഗവാക്കാകുക. ഒരാൾ നിസ്കരിക്കുന്നത് വരെ പങ്കെടുത്താൽ അതിന് കൂലി വേറെയാണ്. അവനെ മറമാടുന്നത് വരെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൂലി വേറെയാണ്. ഖീറാത്തുകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു പർവ്വതം പോലത്തെ സൽക്കർമ്മങ്ങൾ, പ്രതിഫലം, ഒരു വലിയ പർവ്വതം പോലത്തെ പ്രതിഫലമാണ് ഒരു ഖീറാത്ത്. മയ്യത്തിനെ മറമാടുന്നത് വരെ പൂർണ്ണമായിട്ട് അവൻ്റെ പരിപാലനത്തിൽ ഒരാൾ മുസ്ലിമിൻ്റെ മയ്യത്തിൻ്റെ പരിപാലനത്തിൽ പങ്കെടുത്താൽ 2 വലിയ പർവ്വതം പോലത്തെ കൂലി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൽ കൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് ഈ ഹദീസിൽ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തതാണ്. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല ഈ ഓരോന്നും ചെറിയ നിലക്ക് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹദീസ് വളരെ മഹത്തായതാണ്. മുസ്ലിമീങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് വലിയ ബാധ്യതകളും കടമകളുമുണ്ട്. മുസ്ലിമീങ്ങൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ പരസ്പരം ആദർശ സഹോദരന്മാരാണ്. കുടുംബ സാഹോദര്യത്തിനിലേറെ മികച്ചു നിൽക്കുന്നതും നിൽക്കേണ്ടതുമാണ് ആദർശ സാഹോദര്യം എന്ന് പറയുന്നത്. ഒരു പിതാവിൻ്റെ മക്കൾ തമ്മിൽ കുടുംബപരമായിട്ടുള്ള സാഹോദര്യമുണ്ടാകും. അത് ഭൗതികമായ ബന്ധങ്ങളാണ്, സാഹോദര്യമാണ്, അത് വേണ്ടതാണ്, കുടുംബബന്ധങ്ങൾ ചേർക്കേണ്ടതാണ്. പക്ഷേ നമ്മളുമായി ഒരു കുടുംബവുമില്ലാതെ, ഒരു പക്ഷേ ഒരു നാട്ടുകാരുമല്ലാത്ത ഈ ഭൂമിയിലുള്ള ആരാണെങ്കിലും മുഅ്മിനാണോ മുസ്ലിമാണോ അവരുമായിട്ട് നമുക്കുള്ള ആദർശപരമായ ഒരു ബന്ധം തഖ്തളി അൻ യകൂനൽ മുസ്ലിമു മാ അഖീഹിൽ മുസ്ലിം കഅഖിൻ ലഹു ഫിൻ നസബി ബൽ അഅളം. ഒരു മുസ്ലിം തൻ്റെ മറ്റൊരു മുസ്ലിമായ സഹോദരൻ്റെ കൂടെ കുടുംബപരമായ ആ ഒരു ബന്ധത്തിൽ എങ്ങനെയാണോ ആളുകൾ പോകുന്നത് അതുപോലെയായിരിക്കണം, അതിലേറെ കൂടുതലായിരിക്കണം. ഉഖുവത്തുൽ ഇസ്ലാമി അഅളമു മിൻ ഉഖുവത്തിൻ നസബ്. ആദർശബന്ധം, സാഹോദര്യമാണ് കുടുംബപരമായ സാഹോദര്യത്തിനിലേറെ ഏറ്റവും വലുത്. ഫൽ മുസ്ലിമു ലഹു അലാ അഖീഹിൽ മുസ്ലിമി ഹുഖൂഖുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ ഒരുപാട് ബാധ്യതകളുണ്ട്. ഈ ഹദീസിൽ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു 4 ഈ പറയുന്ന ഹദീസിൽ കൂടെ പറഞ്ഞത് എത്ര കാര്യങ്ങളാ? 6 കാര്യങ്ങളാണ്. 6 കാര്യങ്ങൾ. ഒന്നാമത് പറഞ്ഞ സലാം പറയുന്ന വിഷയം. അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഒരാൾ സദസ്സിൽ കയറി വന്നു അസ്സലാമു അലൈക്കും എന്നാണ്. അപ്പോൾ അശ്റുൻ എന്ന് 10 കൂലി എന്ന്. വേറൊരാൾ വന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന്, അപ്പോൾ 20 എന്നുണ്ട്. മൂന്നാമതൊരാൾ ആ സദസ്സിൽ കയറി വന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. അപ്പം 30 കൂലി.
അങ്ങനെ ഗണ്യ സ്വഹിയായ ഹദീസുണ്ട്. അപ്പോൾ ഈ പറയുന്ന രൂപങ്ങളിൽപ്പെട്ട ഏതെങ്കിലും രൂപങ്ങൾ പ്രതിഫലം കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഹക്ക് എന്നുള്ള നിലക്ക് കണ്ടുമുട്ടും അസ്സലാമു അലൈക്കും എന്ന് പറയാം. അല്ലെങ്കിൽ വറഹ്മത്തുള്ളാ, അല്ലെങ്കിൽ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഇദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. ആരെങ്കിലും ഇങ്ങോട്ട് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ഈ സ്വാഗതം പറഞ്ഞാൽ അഥവാ സലാം പറഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് മടക്കുക. അതിലേറെ നല്ല നിലക്ക് മടക്കുക, അതല്ലെങ്കിൽ ആ പറഞ്ഞതുപോലെയെങ്കിലും മടക്കുക. അതിലേറെ നല്ല നിലക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, വലൈക്കും സലാം വറഹ്മത്തുള്ളാ. അതിലേറെ നല്ല നിലക്ക്. അതല്ല, ആ പറഞ്ഞ അതേ രൂപത്തിലെങ്കിലും അത് മടക്കണം. അത് നിർബന്ധമാണ്. നമ്മൾ പറഞ്ഞു സലാം പറയൽ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. മടക്കൽ നിർബന്ധമാണ്. കൂലി ആ സുന്നത്തിനാണ്. ആ നിർബന്ധമായ മടക്കലുകളുള്ള അപേക്ഷ നോക്കുമ്പോൾ ആ നന്മക്ക് ആരംഭം കുറിച്ചത് ഇവനായതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ സലാം പറയാം. നേരെ മറിച്ച് ഒരു മുസ്ലിം മറ്റൊരാളെ കണ്ടു മുട്ടി, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു പോയി, മറ്റാൾ ഇങ്ങോട്ടും തിരിഞ്ഞു പോയി, പുറം തിരിഞ്ഞു പോകുക, അതൊരിക്കലും ഉണ്ടാവരുത്. വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം. സലാം ആരംഭിച്ച ആരാണ് ആദ്യം പറഞ്ഞു, അവനാണ് ആ രണ്ട് വ്യക്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ. രണ്ടാൾ നേരിട്ട് ഇങ്ങനെ വന്നു കണ്ടു, ഒരാൾ ആദ്യം സലാം ആരെ പറഞ്ഞു, ആ പറഞ്ഞവനാണ് ഏറ്റവും ഉത്തമനായ ആൾ ആ സദസ്സിൽ ആ പറയുന്ന സമയത്ത്. അപ്പം നമ്മൾ അതിലേക്കുള്ള ആ ഒരു താല്പര്യവും അതിലേക്കുള്ളൊരു മത്സരവും അതിലേക്കുള്ള ഒരു മുന്നേറലും മുസ്ലിമീങ്ങൾ ഉണ്ടാവുക. അത് പറഞ്ഞ് ഈ സലാം അത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാം. അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ ചെന്ന സമയത്ത് സ്വഹാബികളോട് ഏറ്റവും ആദ്യം അവിടെയുള്ള മുഅ്മിനീങ്ങളോട് മുസ്ലിമീങ്ങളോട് പറഞ്ഞത് ഈ പറയുന്ന അഫ്ഷുസ്സലാം, സലാമിനെ നിങ്ങൾ പരത്തി. എല്ലാവർക്കും, നമുക്ക് പരിചയമുള്ള ആൾക്ക്, നമുക്ക് വേണ്ടപ്പെട്ട ആൾ, നമ്മൾ തമ്മിൽ കുറച്ചുകൂടി കൂടുതൽ ബന്ധം ഒക്കെ ഉള്ള ആളാണ്, ഓലെ കാണുമ്പോൾ ഒരു സലാം. അങ്ങനെയല്ല, മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും സലാം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. റസൂലിൻ്റെ സ്വഹാബികൾ അവർ പരസ്പരം കണ്ടുമുട്ടി സലാം പറഞ്ഞിട്ട് പിന്നീട് അങ്ങനെ പിരിഞ്ഞ് ഒരു കുന്നിൻ്റെ പുറത്തുകൂടി രണ്ടാമത് ഒന്ന് പിരിഞ്ഞ് പിന്നെ രണ്ടാമത് തിരിച്ചു വരിക, അല്ലെങ്കിൽ വീടിൻ്റെ അതല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ അവരെന്നിട്ട് പോയി, പിന്നെ ഒരാൾ ആ ഭാഗത്തിൽ കൂടി മറ്റാൾ ഈ ഭാഗത്തിൽ കൂടി വന്ന് മറഞ്ഞ രണ്ടാമത് വീണ്ടും സലാം പറയുമായിരുന്നു. ഈ നിലക്ക് അവർ സലാം ധാരാളം അത് പറയലും അത് പ്രചരിപ്പിക്കലും ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥം ഉലമാക്കൾ അതിന് പറയുന്നു. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ് അസ്സലാം എന്ന് പറയും. അല്ലാഹുമ്മ അന്തസ്സലാം. നിസ്കാരത്ത് സലാം വീട്ടിയതിൻ്റെ ശേഷം ഇസ്തിഗ്ഫാറിന് ശേഷം നമ്മളങ്ങനെ പറയലുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലാഹുമ്മ അന്തസ്സലാം, അള്ളാഹുവെ നീയാകുന്ന സലാം. അള്ളാഹു രക്ഷയാണ്, മറ്റുള്ള അവൻ്റെ അടിമകളെ രക്ഷിക്കുന്നതും അവനാണ്. അപ്പം അസ്സലാമു എന്ന് പറഞ്ഞാൽ സലാമായ അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും ഹിഫ്ളും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. അവൻ്റെ ഒരു കണ്ണ് നിന്റെ മേലുണ്ടായിരിക്കട്ടെ, സംരക്ഷണം കൊണ്ടും കാവലുകൊണ്ടും നല്ല കാര്യങ്ങൾക്ക് തൗഫീക്ക് ചെയ്തുകൊണ്ടും ഒരർത്ഥം അങ്ങനെ. അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സകലമാന രക്ഷയും സുരക്ഷയും നിങ്ങൾക്കുണ്ടാവട്ടെ. ദുരിതങ്ങളിൽ നിന്നും പേടികളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമൊക്കെയുള്ള ആ സുരക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. ഏതാണെങ്കിലും നല്ല വചനങ്ങളാണ്. മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനോട് പറയേണ്ടുന്ന വാക്കുകളാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും പ്രതീക്ഷിക്കുന്നവരുമാണ്. അതിന് വിരുദ്ധമായി ആളുകൾ സലാം പറയാതെ എവിടെയുടെ ചങ്ങായി എത്ര കാലായി എന്നെ കണ്ടിട്ട്, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതും അതുപോലത്തതായ പല വാക്കുകൾ അറബികൾ സബാഹൽ ഖൈർ എന്ന് പറയുന്നു. ചില ആളുകൾ സലാം പറയാതെ, അത് വിമർശിക്കപ്പെട്ടതാണ്. മുസ്ലിമീങ്ങൾ ഒരിക്കലും അങ്ങനത്തെ വാക്കുകളിലേക്കോ കാര്യങ്ങളിലേക്കോ എവിടെയുടെ ചെങ്ങായിനി എന്നുള്ളതൊന്നുമല്ല. ചില ആളുകൾ അശ്ലീലമായ അതല്ലെങ്കിൽ ചില ആളുകൾ വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അഭിസംബോധന ചെയ്യുന്നവരും ഏറ്റവും വലിയ കൂട്ടുകാരും സുഹൃത്തുക്കളായിരിക്കും അല്ലേ. ഇഷ്ടം കൂടിയതിനനുസരിച്ച് അവരുടെ അശ്ലീലതയിലും അവരുടെ ആഭാസകരമായ വൃത്തികേടുകളിലും കടുപ്പം കൂട്ടുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല, ഇസ്ലാമിൻ്റെ അദബ് ഇതാണ്. ചെറിയവരും വലിയവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഈ അദബ് സ്വീകരിക്കാൻ തയ്യാറാകും. അഫ്ഷു സലാമ ബൈനക്കും എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഇടയിൽ സലാം നിങ്ങൾ പരത്തണം. അതിൻ്റെ ശേഷം പിന്നെ
എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കൈഫഹാലുക്ക, വേറുള്ള വാക്കുകളോ കാര്യങ്ങളൊക്കെ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഹയ്യാക്കുമുല്ലാഹു ബയ്യാക്കും മർഹബ അഹ്ലൻ വസഹലൻ, അറബികൾ ഇങ്ങനെയൊക്കെ പറയും സലാമിൻ്റെ ശേഷം. അങ്ങനെ കണ്ടുമുട്ടിയാൽ സലാം പറയാം. രണ്ടാമത് പറഞ്ഞ അദബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇദാ ദഅാക ഫഅജിബ്ഹു, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്നുള്ളത്. മുസ്ലിമായ മനുഷ്യൻ വലീമയിലേക്ക്, വിവാഹ സൽക്കാരത്തിലേക്കൊക്കെ ക്ഷണിക്കുകയാണെങ്കിൽ അത് നിർബന്ധമാണ് എന്ന ഉലമാക്കൾ പറയും. അത് നിർബന്ധമാണ്. നേരെ മറിച്ച് മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ദീനുൽ ഇസ്ലാമിൽ തടസ്സം കാര്യങ്ങൾ ഇല്ലാത്ത, പങ്കെടുക്കാൻ തടസ്സമൊന്നുമില്ലാത്ത, ഹറാമല്ലാത്ത നല്ല കാര്യങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം ചെയ്യൽ സുന്നത്തുമാണ് എന്നുള്ളത്. സുന്നത്താണ്. ക്ഷണിച്ച വ്യക്തിയോട് മാനസികമായിട്ട് അവനൊരു ഉന്മേഷവും അവനൊരു സംതൃപ്തിയും, ക്ഷണിച്ചു, ഞാൻ ക്ഷണിച്ചു, പക്ഷെ മൂപ്പര് വന്നില്ലല്ലോ, എന്തേ ഉണ്ടായതാവോ, എൻ്റെ അടുത്ത് എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒരു സംശയത്തിനും കൺഫ്യൂഷനും അയാൾക്ക് മനസ്സിൽ പ്രയാസത്തിനൊക്കെ കാരണം. ക്ഷണം സ്വീകരിച്ച് ചെന്നു, ആ പറയുന്ന സൽക്കാരത്തിൽ പങ്കെടുത്തു, അതിൽ ഭാഗവാക്കായി. അപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു സംതൃപ്തി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൽ മുഅ്മിനായ മുസ്ലിമായൊരു മനുഷ്യൻ്റെ സന്തോഷം, അവനുണ്ടാകുന്ന സമാധാനം, അവൻ്റെ സംതൃപ്തി, അതൊക്കെ ആദരിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിനുള്ളൊരവസരം നമുക്ക് ലഭിക്കുമ്പോൾ അത് നാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന അദബ് അത് നമ്മൾ പാലിക്കുക. അത് പാലിക്കുക എന്നുള്ളത്. മൂന്നാമത് പറഞ്ഞു വഇദസ്തൻസഹക ഫൻസഹ ലഹു, നിന്നോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ്റെ ദീനിലോ ദുന്യാവിലോ ഉള്ള കാര്യങ്ങളിൽ നസീഹത്ത് ചോദിച്ചാൽ കൃത്യമായി, സത്യസന്ധമായി, നിഷ്കളങ്കമായി, വ്യക്തമായ നിലക്കുള്ള നസീഹത്ത് കൊടുക്കണം. ചില ആളുകൾ നസീഹത്താണെന്ന് ഇവന് തോന്നും, ആ പാവം അപകടപ്പെടുന്ന നിലക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കും ചില ആളുകൾ. അത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണും. ഇപ്പോൾ ഇൽമ് പഠിക്കാൻ പോവുകയാണ്, ഒരാൾ തലബുൽ ഇൽമിന് പോവുകയാണ്. ആ പോകുന്ന വ്യക്തി ഞാൻ പൂർണ്ണ സമയം ഇൽമു തേടാൻ പോവുകയാണ് എന്ന് ഒരു യുവാവ് പറയുകയാണെങ്കിൽ, ശരി തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്, ഇൽമു തേടലല്ലേ എന്നവിടെ കൊടുക്കുന്നത് ശരിയായ നസീഹത്താണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അവിടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ദുന്യവിയായ നിന്റെ ഹക്കുകളും നിന്റെ മാതാപിതാക്കളോടും മറ്റുമുള്ള നിന്റെ കടമകളും അതിൻ്റെ വിഷയോ എന്ന് ചോദിക്കുന്നതാണ് അവിടെ നല്ല നസീഹത്ത്. അവിടെ ഇൽമു പഠിക്കണം, ഇബാദത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതോടുകൂടെ ദുന്യവിയായിട്ട് നമ്മുടെ ശരീരത്തോടും, വിവാഹിതനാണെങ്കിൽ അവൻ്റെ കുടുംബത്തോടും, അല്ലാത്തൊരു യുവാവാണെങ്കിൽ അവനെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോടൊക്കെ അവന് ഹക്കുകളില്ലേ, ബാധ്യതകളില്ലേ. അവൻ്റെ ഭൗതികമായ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ദുന്യവിയായ സാമ്പത്തികമായ ശേഷിയും കാര്യങ്ങളും പ്രാപ്തിയും അവൻ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഒരാൾ ദീനാണ് എന്ന് കരുതിയിട്ട് പൂർണ്ണ സമയത്ത് നീ പോയിട്ട് ഇബാദത്തിന്, അള്ളാഹുവിൻ്റെ റസൂല് ചില സഹാബികൾക്ക് കൊടുത്ത നസീഹത്ത് നിങ്ങൾ കേട്ടില്ല, ഞാൻ രാത്രി സമയം പൂർണ്ണമായി ഖിയാമുൽ ലൈലായിരിക്കും, ഉറങ്ങൂല, ഞാൻ വിവാഹമൊന്നും കഴിക്കൂല, വിഭാര്യനായിട്ട് നോമ്പുകാരനായിരിക്കും, ഞാൻ പകൽ സമയത്ത് പൂർണ്ണമായും നോമ്പിലായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് ആ നല്ല കാര്യമാണ്, ഇബാദത്താണ്, ശരിയാണ്, അങ്ങനെ കൊടുത്ത നസീഹത്ത്. അതോ ഞാൻ രാത്രി ഉറങ്ങലുണ്ട്, നിസ്കരിക്കലുണ്ട്, ഞാൻ പകൽ നോമ്പനുഷ്ഠിക്കലുണ്ട്, ഒഴിവാക്കലുണ്ട്, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ച് കുടുംബജീവിതമായി മുന്നോട്ട് പോകുന്നുണ്ട്, ഇതാണ് എൻ്റെ സുന്നത്ത്, ഇതാണ് എൻ്റെ സുന്നത്ത്. ചില സഹോദരന്മാർ സൗദിയിൽ അവിടെ വന്നിട്ട് തലബുൽ ഇൽമ് എന്ന് പറഞ്ഞ ഉലമാക്കളെ സദസ്സിൽ, ആ സദസ്സിൽ അവിടെ പോയി, പിന്നെ മറ്റേ സദസ്സിൽ പോയി, പിന്നെ മറ്റേ സദസ്സിൽ പോയി. അവിടെ നമ്മോട് മശായിഖന്മാർ പറഞ്ഞു, അവൻ കുറച്ചൊക്കെ പഠിച്ച ഒരാളാണ്, ദുന്യവിയായിട്ട് പഠിച്ച ഷഹാദ അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണ്ടല്ലോ, എന്താ ഓനെ ജോലിയും ചെയ്തുകൂടെ, ജോലി ചെയ്തിട്ട് അവന് വരുമാനം കാര്യങ്ങളുണ്ടായിട്ട് എന്നിട്ട് ഇൽമു നേടിക്കൂടെ. അപ്പം ഞാൻ പറഞ്ഞത് നസീഹത്ത് ചോദിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യമാണ് എന്ന് കരുതി ഒറ്റയടിക്ക് കൊടുക്കല്ല, കൃത്യമാണോ ഈ വ്യക്തി ഇതിൽ അപകടത്തിൽപ്പെടുവോ, ഈ പറയുന്ന എൻ്റെ നസീഹത്ത് അവൻ ഉപകാരപ്പെടുമോ, ദീനിനും ദുന്യാവിലും അവൻ അഭിവൃദ്ധിപ്പെടാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്തി വിശ്വസ്തയോടെ സത്യസന്ധതയോടുള്ള നസീഹത്ത് കൊടുക്കണം. നമുക്ക് കഴിയൂല, അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് അറിവും കഴിവും പ്രാപ്തിയുമുണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ള ആളുകളിലേക്ക് പറഞ്ഞുവിടുക. അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ, എനിക്കൊരു പക്ഷേ അത് കൃത്യമായിട്ട് എന്ന് പറയും. അല്ല നമുക്കറിയും എന്നുണ്ടെങ്കിൽ വ്യക്തതയെങ്കിൽ അത് കൊടുക്കും ചെയ്യുക. വിവാഹത്തിൻ്റെ കാര്യത്തിലോ യാത്രയുടെ കാര്യത്തിലോ എന്തെങ്കിലും വാങ്ങുന്ന വിഷയത്തിലോ ഒക്കെ അറിയുന്ന നസീഹത്ത് മറച്ചു വെക്കാൻ പാടില്ല. അറിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കാനില്ല, മെച്ചപ്പെടണ്ട എന്ന് കരുതി മറച്ചു വെക്കാനും പാടില്ല. അതല്ലെങ്കിൽ ഓപ്പ് വന്ന് ചോദിച്ചതിക്ക് എന്തെങ്കിലും പറയാൻ ഞാൻ മോശം കരുതൂലേ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും പറഞ്ഞു വിടാനും നിൽക്കണ്ട, ചതിക്കാനും പാടില്ല. ഏതെങ്കിലും പ്രയാസത്തിൽ ആ വ്യക്തി ചെന്ന് ചാടുന്ന കാര്യങ്ങളൊന്നും ഉപദേശിക്കാനും പാടില്ല. അദ്ദീനു നസീഹ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ
അദ്ദീനുൻ നസീഹ, ദീനുൽ ഇസ്ലാമിൽ വളരെ മുഖ്യമായ കാതലായ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നസീഹത്ത് എന്നുള്ളത്. ആർക്കൊക്കെയാണ് നസീഹത്ത് നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോടും അവൻ്റെ കിതാബിനോടും അവൻ്റെ റസൂലിനോടും മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളോടും ആമത്തിയും സാധാരണക്കാരോടും. ഗുണകാംക്ഷ എന്ന് പറയും, ശുദ്ധമായ മനസ്സുമായിട്ട് അവർക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ വാക്കുകളിൽ കൂടെയും പ്രവൃത്തികളിൽ കൂടെയും മനസ്സിൽ കൂടെയും നമ്മളിൽ നിന്നുണ്ടാവുക. ഇതാണ് നസീഹത്ത്. അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കൽ പെടും, അവരോർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കൽ അതിൽ പെടും. തെറ്റോ വീഴ്ചകളോ അവരുടെ ഭാഗത്തിൽ കൂടെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്, ഇന്നതാണ് എന്നുള്ളത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിലക്ക് അത് പറഞ്ഞ് തിരുത്തി കൊടുക്കൽ അതിൽ പെടും. ഇതൊക്കെ ഇങ്ങനെയാണ് നസീഹത്ത്. അപ്പോൾ അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ, അവർക്ക് സംശയമുള്ള, അവർക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ അറിയുന്ന വിഷയത്തിൽ അവർക്ക് നസീഹത്ത് കൊടുക്കണം എന്നുള്ളത്. അതിൽ ഗീബത്തുമില്ല. ഒരാൾ വിവാഹത്തിന് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ആ യുവാവിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ സഹോദരിക്കോ അതല്ലെങ്കിൽ മക്കൾക്കോ അതല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിക്കോ വിവാഹം ആലോചിച്ചൊരു യുവാവ് വരികയാണ്. അപ്പോൾ ആ യുവാവിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ് നിങ്ങളോട്. അവനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുന്ന വേണം. അപ്പോൾ അവിടെ അവൻ്റെ ഗീബത്തിൽ ആ വിഷയത്തിൽ ഗീബത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ച് തന്നതാണ്. ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ പേര് ഫാത്തിമ തന്നെയാണ്. ഇതാണെങ്കിലും അവരെ വിവാഹം ആലോചിച്ചുകൊണ്ട് 2 ആളുകൾ, യുവാക്കൾ വിവാഹം ആലോചിച്ച് വന്നിരുന്നു. ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹും ഒന്ന് അബുൽ ജഹമേറ്റ്. ഈ 2 ആളുകൾ വിവാഹം ആലോചിച്ച് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇന്ന് 2 ആളുകൾ വിവാഹം അന്വേഷിച്ച് വരുന്നുണ്ട്, ഞാൻ ആരെ വിവാഹം കഴിക്കണം? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അബൂജഹം, അദ്ദേഹം തോളിൽ നിന്ന് വടി ഒഴിവാക്കാത്ത ആളാണ്, പെണ്ണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കും. മുആവിയ സഅലൂക്കുൻ, ദരിദ്രനാണ്, സാമ്പത്തിക ശേഷിയില്ലാത്ത ആളാണ്, ഓൽക്കും അത് ഇഷ്ടപ്പെടൂലല്ലോ അവരെക്കുറിച്ച് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലുള്ള ആ വീഴ്ചകൾ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിനേറ്റ് അവർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്ത സംഭവം. അപ്പോൾ വിവാഹം ആലോചിച്ച് വരിക, അല്ലെങ്കിൽ പെൺകുട്ടികൾ, ഒരു പെൺകുട്ടിൻ്റെ കാര്യത്തിൽ നമ്മളേറ്റത് മുടക്കണ്ട. പെൺകുട്ടിൻ്റെ അടുത്ത് ദുഷിച്ച സ്വഭാവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ പഠിച്ചവരോ പഠിപ്പിച്ചവരോ അറിയുന്നവരത് പറഞ്ഞു കൊടുക്കണം. ഈ യുവാവിന് അപകടത്തിൽ ചാടിക്കാൻ നിൽക്കരുത്. അത് അവരോട് കാണിക്കുന്ന വഞ്ചനയല്ല, അത് ഈ പറയുന്ന മനുഷ്യൻ ചോദിച്ച നസീഹത്തിന് നമ്മോട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചെന്ന അദബ്, ആ ബാധ്യതയാണ്. അത് നമ്മൾ പാലിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ ആ യുവാവിൻ്റെ അടുത്ത് വീഴ്ചകളുണ്ടെങ്കിൽ അവന് നസീഹത്ത് കൊടുക്കാൻ പോയിട്ട്, ആ യുവതി പെൺകുട്ടിയാണ്, അവളെ കുറിച്ചുള്ള വീഴ്ചകളും കുറവുകളും ഉണ്ടെങ്കിൽ ഈ പറയേണ്ട സത്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൾക്ക് നസീഹത്ത് കൊടുക്കാം. നിന്റെ ഇനിയും തെറ്റുകളുണ്ട്, തിരുത്തണം. നല്ല യുവാക്കൾ വിവാഹം ആലോചിച്ച് വരുന്നുണ്ട്, അത് മുടങ്ങാൻ കാരണമാകരുതേ, തെറ്റുകൾ തിരുത്തണം, നന്നാക്കണം, പശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞ് നസീഹത്ത് കൊടുക്കുക. ഇതാണ് നസീഹത്ത്. ചോദിച്ചാൽ അത് കൊടുക്കാൻ തയ്യാറാവണം. വിവാഹത്തിൻ്റെ, അതിൽ കച്ചവടത്തിൻ്റെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ, ഏത് വിഷയങ്ങളാണെന്നെങ്കിലും അവരിലുള്ള നന്മ ഏതാണോ തിന്മ ഏതാണോ അത് പറഞ്ഞു കൊടുത്ത് നസീഹത്ത്. വഇദാ അത്വസ ഫഹമിദല്ലാഹ ഫശമ്മിതുഹു, തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലേ ഉള്ളൂ. തുമ്മി ഒന്നുമില്ല, അവിടെ നിന്നൊന്നും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് വേണ്ടി റഹ്മക്കല്ലാ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ്. നിസ്സാരകമായൊരു വാക്കല്ലത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടെങ്കിൽ പിന്നെ അദാബില്ല. അവിടെ റഹ്മത്തിൻ്റെ നേരെ എതിരായിട്ടുള്ള അദാബാണ്, ഉഖൂബത്താണ്. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇവിടെ വെച്ച് ഞാൻ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കേൾക്കുന്ന ആളുകൾ റഹ്മക്കല്ലാ, സ്വാഭാവികമായിട്ടും അള്ളാഹു ആ ദുആ സ്വീകരിക്കാൻ സാധ്യത കൂടുതലില്ലേ? ഉണ്ടോ ഇല്ലേ സഹോദരൻ? അപ്പം അത് നമ്മൾ ഒരിക്കലും അതിൽ അലസതേ, അതിൽ ലജ്ജയെ കാണിക്കാൻ നിൽക്കരുത്. അത് നമ്മുടെ അമലായിട്ട്, നമ്മുടെ അദബായിട്ട്, ഇസ്ലാമിൻ്റെ സ്വഭാവമായിട്ട് നമ്മളത് പ്രചരിപ്പിക്കാൻ തയ്യാറാവും. ഇർഹമുക്കല്ലാ, ഇർഹമുക്കുമുല്ലാ, ആ നിലക്കൊക്കെ അത് പറയാവുന്നതാണ്. തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ഓൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെ ദുആ ചെയ്ത് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇർഹമുക്കുമുല്ലാ പറയാനും പറഞ്ഞിട്ടുണ്ട്. അൽ ഉത്വാസു നിഅമത്തും മിനല്ലാഹി അസ്സ വജൽ. തുമ്മുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മൾ ശരീരത്തിൽ സംവിധാനിച്ച മഹത്തായൊരു നിഅമത്ത്.
എങ്ങനെയാണ് ഈ തുമ്മൽ വരല്? ആ തുമ്മൽ വരലുന്നത് നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആ അവയവങ്ങളിൽ ശരീരത്തിന് പറ്റാത്ത എന്തെങ്കിലും അവിടെ വന്നു പെടുമ്പോഴാണ് തുമ്മൽ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാകുന്നത്. ഒരു പ്രതിരോധ സംവിധാനം, ഒരു പ്രക്രിയയാണ് ഈ തുമ്മ എന്ന് പറയുന്നത്. അപ്പം അതുണ്ടാകുമ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ശ്വസിക്കുകയോ എന്തെങ്കിലും വസ്തുക്കൾ മൂക്കിലേക്ക് പ്രവേശിക്കുകയോ പൊടിപടലങ്ങളോ വല്ല ഗ്യാസുകളോ അതിലെ വല്ല ബാക്ടീരിയകളോ വല്ല മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്നനാളികളിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്കോ തലച്ചോറിലേക്കോ വേറുള്ള പ്രദേശത്തിലേക്കൊന്നും പോകാതെ അവിടെ വെച്ച് തന്നെ അതിനെ പുറത്തേക്ക് ഒഴിവാക്കാനുള്ളൊരു പ്രക്രിയ നമ്മൾ സംവിധാനിച്ചു വെച്ചു എന്നുള്ളത്. അതിന് സ്വാഭാവികമായിട്ടും അതുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ എന്ന അടിമകളായ നമ്മുടെ ഭാഗത്തിൽ നിന്ന് വരേണ്ടതാണ്. നമ്മുടെ മനസ്സുകൊണ്ടുണ്ടാവേണ്ടത് വല്ലാത്തൊരു നിഅമത്ത് അല്ലാഹു നൽകിയതിനെ ഓർമ്മയും അതിൻ്റെ നാവിൽ കൂടെ അതിൻ്റെ പ്രതിക്രിയ എന്നുള്ള നിലക്ക് അൽഹംദുലില്ലാ എന്ന് പറയുക. അൽഹംദുലില്ലാ. പ്രവാചകന്റെ അടുത്ത് വെച്ച് ഒരാൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും തുമ്മിയപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു യർഹമുക്കല്ലാഹ്. മൂന്നാമതും ആൾ തുമ്മിയ സമയത്ത് പറഞ്ഞു ഇയാൾ ജലദോഷം സുക്കാമ് പിടിപെട്ട ആളാണ്, രോഗിയാണ്. പിന്നെ അദ്ദേഹത്തിന് ആഫിയത്ത് കൊണ്ട് ദുആ ചെയ്യാണ് വേണ്ടത്. ഒരാളിങ്ങനെ നിൽക്കാതെ തുമ്മുകയാണെങ്കിൽ 3 പ്രാവശ്യം അയാൾക്ക് ഈ പറയുന്ന ദുആക്ക് അർഹതയുണ്ട് എന്നുള്ളത്. പിന്നീടാണെങ്കിൽ അദ്ദേഹം രോഗിയാണ്, അപ്പം അദ്ദേഹത്തിന് ആഫിയത്ത് കൊണ്ടും ഷിഫ കൊണ്ടും ദുആ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ പിന്നീട് യർഹമുക്കല്ലാഹ് എന്ന് പറയേണ്ടതില്ല എന്ന് ഉലമാക്കൾ ആ വിഷയത്തിൽ പറയുന്നുണ്ട്. 4ാമത്തെ പ്രാവശ്യം തദ്ഉ ലഹു ബിശ്ശിഫ ലിഅന്നഹു മസ്കൂം, അയാൾക്ക് ജലദോഷം പിടിപെട്ടതാണ്, അപ്പോൾ ഷിഫ കൊണ്ട് ശമനം കൊണ്ട് ദുആ ചെയ്യുക. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അത് പറയണമെങ്കിൽ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറയും വേണം. പിന്നെ അതിൻ്റെ ശേഷം ഈ തുമ്മിയാള് യഹ്ദീകുമുല്ലാഹു വയസ്ലുഹു ബാലക്കും എന്ന് പറയാൻ വേണ്ടിയും കൽപ്പിക്കപ്പെട്ട അദബായിട്ട് വന്നിരിക്കുന്നു. 5ാമത്തെ അദബ് പ്രവാചകൻ പഠിപ്പിച്ചത് ഇദാ മരിള ഫഉദുഹു എന്ന. മുസ്ലിമായൊരു മനുഷ്യർ രോഗിയായാൽ അവനെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവൻ്റെ അടിമകളായ നമ്മെ വിമർശിക്കും എന്നാണ്. ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നില്ല. അള്ളാഹുവിനോട് അടിമ ചോദിക്കും, അള്ളാഹുവേ നീ എങ്ങനെയാണ് രോഗിയാകാൻ? നീ മലിക്കുൽ അംലാഖാണ്, രാജാതിരാജനാണ്, നീ എങ്ങനെ രോഗിയാകാൻ? അപ്പം എൻ്റെ മുസ്ലിമായ ഇന്നാലിന്ന സഹോദരൻ രോഗിയായി ക്ഷീണിച്ച് കടന്നിട്ട് നീ അവനൊന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നില്ലല്ലോ, പോയില്ലല്ലോ എന്ന് ചോദിക്കും. വേറെയും ഒരുപാട് ഹദീസുകളിൽ കൂടെ രോഗം സന്ദർശിക്കാൻ പോകുന്നതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ഫضലുകളും വന്നത് ഉണ്ട് താൻ. അപ്പോൾ ഈ പറയുന്ന ശാരീരികമായി ക്ഷീണിച്ച് ബലഹീനനായി പ്രയാസപ്പെട്ട് മാനസികമായി വിഷമിച്ചിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ അവനൊരു ഉന്മേഷവും അവനൊരു ആശ്വാസവും അവനൊരു പ്രതീക്ഷയും നൽകിക്കൊണ്ട് അവന് ദുആ ചെയ്തുകൊണ്ടൊക്കെ നല്ല വാക്കുകൾ അവൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞുകൊണ്ട് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുക. നമ്മൾ പറഞ്ഞതുപോലെ അവന് പ്രയാസമുണ്ടാക്കുന്ന അവൻ്റെ മനസ്സിലേക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളൊന്നും അവിടെ വെച്ച് പറയാൻ പോകരുത്. നിങ്ങൾക്കൊരു പക്ഷേ ഒരുപാട് MBBSകാരെയും ഒരുപാട് വിദഗ്ധരായ ചികിത്സകന്മാരെയും വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കുറിച്ചൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കറിയും. ചോദിക്കണില്ലെങ്കിൽ അവിടെ വെച്ച് അതൊക്കെ പോയി വിശദീകരിക്കാൻ നിൽക്കും ചെയ്യരുത്. ചില പ്രായം ചെന്ന മാതാപിതാക്കൾ, അവരോട് ഇഷ്ടം ആത്മാർത്ഥതയുമുള്ള മക്കൾ കഴിവിൻ്റെ പരമാവധി അവരെ ഡോക്ടർമാരടുത്ത് കൊണ്ടുപോയി മരുന്നുകൾ വാങ്ങിക്കൊടുത്ത് ചികിത്സിച്ച് പരിചരിക്കുന്നുണ്ടാകും. ഈ മക്കൾക്കും അവരുടെ പരിമിതികളുണ്ടാകും. നമുക്കറിയാം, രോഗത്തിന് ചികിത്സിക്കാൻ ഇന്നൊക്കെ വലിയ വലിയ കാശുകളും പ്രയാസങ്ങളും അതിനുവേണ്ടി സമയങ്ങളൊക്കെ. അപ്പോൾ ഈ മക്കളത് ചെയ്യുന്നുണ്ടാകും. രോഗം കാണാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ ചെന്ന്, ഈ പ്രായം ചെന്ന പിതാവിൻ്റെ മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് എവിടെ പോയി, ആരെ മരുന്നാണ് കഴിക്കണു, എന്തൊക്കെ ചെയ്തേക്കണു. അപ്പോൾ അവരിങ്ങനെ ഒരാശ്വാസമൊന്നും അപ്പോൾ അവിടെ മറ്റൊരിടത്ത് വേറെ വലിയൊരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, വേറൊരിടത്ത് വലിയൊരു വിദഗ്ധനുണ്ട്, വേറുള്ളതുണ്ട്. ഇത് പറയുമ്പോൾ ഈ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് അതുവരെ മക്കൾ ചെയ്തതൊന്നും ഒരു വിലയുണ്ടാവില്ല. അതുവരെ കൊടുത്ത മരുന്നിനും വില ഉണ്ടാവില്ല, അതുവരെ ചെയ്ത സേവനത്തിനും ഒരു ഗുണമുണ്ടാകൂല. അവർക്ക് പിന്നെ ആ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. ഒരു പക്ഷേ ആ ഒരു പറയുന്ന പറച്ചിൽ കൊണ്ട് ആ മക്കളും ആ പിതാവും തമ്മിലുള്ള, മക്കളും ആ മാതാവും തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെ വലച്ചിൽ തട്ടും ചില ആളുകൾ ഇല്ലേ? അങ്ങനത്തെ അഭിപ്രായപ്പെടുന്ന ആളുകളില്ലേ?
ഇവർ മക്കൾ കഴിവിൻ്റെ പരമാവധി അവരെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്കുള്ള സമയം ഒഴിവും തൊഴിലും വേറെതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടാകും. ഈ ഒരു വ്യക്തി രോഗം കാണാൻ ചെന്നത് കാരണം പിന്നെ അവർ തമ്മിലുള്ള ബന്ധം, ആ മാതാവിന് പിന്നെ ഇയാൾ പറഞ്ഞ അവിടെ പോകുന്ന വേണ്ടിയത്, അതല്ലെങ്കിൽ കാണുന്ന വേണ്ടിയത്. ചെന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതുവരെ കൊടുത്തതുപോലത്തെ ചികിത്സ പോലത് അവിടെ നിന്ന് കിട്ടിക്കൊള്ളുന്നിട്ടുണ്ടാവൂല, അയാളിൽ മാത്രമേ വിദഗ്ധനായിക്കൊള്ളുന്നു. ഇങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കാര്യങ്ങൾ രോഗിയെ കാണാൻ വേണ്ടി ചെന്നിട്ട് അദ്ദേഹം ഈ പറയുന്ന ആളുകളെ കുറിച്ചും ചോദിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും മക്കളും അവർ ചെയ്യുന്ന കാര്യങ്ങൾ സംതൃപ്തരായി അവരുടെ ബന്ധങ്ങൾ പരസ്പരം നന്നാക്കി, നല്ല കുട്ടികളാണ് നിങ്ങൾ, നല്ല കുടുംബങ്ങളാണ്, അവർ നിങ്ങൾക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്, ബന്ധങ്ങളൊക്കെ നന്നാക്കാനും കൂട്ടിയണക്കാനും ഈ മനുഷ്യരുടെ മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും പ്രതീക്ഷയും അത് കുരുത്തു വരാൻ പറ്റുന്ന, അത് തെളിർത്ത് വരാൻ പറ്റുന്ന നിലക്കുള്ള വാക്കുകളും ഉപദേശങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മൾ അവിടെ ചെന്ന് ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടോ ആ രോഗിക്കോ അവൻ്റെ കൂടെയുള്ള ആളുകൾക്കോ ഉപദ്രവമില്ലാത്ത നിലക്ക് കൈകാര്യം ചെയ്യാൻ പഠിച്ചുകൊണ്ട് രോഗിയെ കാണാൻ പോവുക. നന്മയ്ക്ക് വേണ്ടി പോയി ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ അവിടെ ചെന്നത് പിന്നീട് ഒരു ദുഷ്ടത ഉണ്ടാക്കി ബന്ധങ്ങളൊക്കെ തകർത്ത് പോരാനുള്ള ഇടയൊന്നും വരുത്താതിരിക്കും. രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു, അവൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ച് അവനെ പരിചരിക്കുന്ന ആളുകൾക്കും തന്നെ മാതാവിനോട് പിതാവിനോടൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായി, അവർ കാരണം നിങ്ങൾക്ക് സ്വർഗപ്രവേശത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് സേവനം ചെയ്യുന്ന അവർക്കും തന്നെ രോഗിയായി കിടക്കുന്ന അവരുടെ മനസ്സിലും തന്നെ സംതൃപ്തിയും പ്രതീക്ഷയും ആശ്വാസവും ഉന്മേഷവും ഉണ്ടാക്കുന്ന നിലക്കത് കൈകാര്യം ചെയ്യാൻ തയ്യാറാവണം. അവൻ ഇഷ്ടപ്പെട്ട സഹോദരൻ വന്ന് കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് ഈ രോഗിക്ക് ഈ വ്യക്തി അടുത്തിരിക്കുന്നത് സന്തോഷമാണ്, വേറെ തെളിയും വേറെ ഉന്മേഷവും ആശ്വാസവും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇരിക്കുക കഴിയുന്നുണ്ടെങ്കിൽ, ഈ ആളൊന്ന് പോയി കിട്ടിയെങ്കിൽ ചില ആളുകളെ കൂടെ ഇരുന്നാൽ അവരെ മുമ്പ് കണ്ടുമുട്ടുന്നതിൻ്റെ മുമ്പുള്ളതിലേറെ മാനസികമായിട്ട് തകർന്ന് പേടിപ്പെടുത്തി പ്രയാസപ്പെട്ട് ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്. ലോകത്തുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, പ്രയാസകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ചില ആളുകൾ അടുത്തിരുന്നാൽ മനസ്സിന് എന്തെന്നില്ലാത്ത ഉന്മേഷവും റാഹത്തും ആശ്വാസവും ഉണ്ടാകുന്നവരുണ്ട്. മനുഷ്യന്മാർ പല രൂപത്തിലാണ്. അവരേതെങ്കിലും വാർത്തയോ പത്രങ്ങളോ റിപ്പോർട്ടുകളോ കേട്ടിട്ട് അവരുടെ പേടിയും വേറുള്ളതും മുഴുവനും ഈ വ്യക്തിനെ കാണുന്ന സമയത്ത് അവിടെ അങ്ങനെ പ്രശ്നങ്ങളാണ്, മറ്റൊരിടത്ത് ഇങ്ങനെ വിഷയങ്ങളാണ്, വേറൊരിടത്ത് ഇങ്ങനെ ദുരിതങ്ങളാണ്, ലോകം മുഴുവനും ആകെക്കൂടി നമ്മളിങ്ങോട്ട് തകർക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെയൊന്നുമല്ല. മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് മനസ്സിന് സമാധാനം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. അള്ളാഹുവിൻ്റെ കാവലിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളെ രക്ഷിച്ചതിനെക്കുറിച്ചും ഇങ്ങനത്തെ ഉപദേശങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പം അത് കേൾക്കുമ്പോൾ കേട്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലും സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും ഒക്കെ ഉണ്ടാകും. അപ്പം ആ നിലക്കൊക്കെ ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുക, അത് ചെയ്യാം. വലാ തഖുൽ ലഹു അൻത മരീളുൻ, ഓ ഭയങ്കര പനിയുണ്ടല്ലോ, നിങ്ങൾ പറ്റ തളർന്നു കാണല്ലോ. ചില ആളുകൾ കണ്ടാൽ തടി കൂടിയാൽ വയറൊക്കെ ചാടി എന്ന് പറഞ്ഞിരിക്കണം. ചില ആളുകൾ കണ്ടാൽ വയറൊക്കെ പോയി പറ്റ ഒട്ടി ഉണങ്ങിയാലോ ആണ്. പിന്നെ എന്തായി മനുഷ്യൻ ചെയ്യേണ്ടി, എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഉണ്ടാവും. അൻത മരീളുൻ പറയരുത് അവരോട്. അതല്ലെങ്കിൽ അവിൽ മറദു സായിദുൻ അലൈക്കൽ യൗം, ഓ ഇന്നലെ വന്നപ്പത്തെ പോലെ ഇന്ന് വല്ലാത്തൊരു ക്ഷീണത്തിലാണ് ഞാൻ നിങ്ങളെ കാണുന്നത് പറയരുതേ അവിടെ പോയിട്ട്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാമ ഫൗസാൻ ഹഫിളഹുല്ലാ ഇത് പറഞ്ഞിട്ട് പറയാണ് ലാ ഹൗല വലാ ഖുവത. ചില മനുഷ്യന്മാരിങ്ങനെ ചെയ്യും, ഉണ്ടാവരുത്. ബൽ തഖൂൽ മാഷാ അല്ലാഹ് അൽയൗമ അൻത അഹ്സൻ. ഇന്ന് കുറേ ആശ്വാസത്തിലാണ്, ഇന്ന് കുറച്ച് തെളിയുണ്ടല്ലോ. ലാ ബഅസ തഹൂർ അലൈക്. ഇങ്ങനത്തെ നല്ല വചനങ്ങളാണ് പറയേണ്ടത്. പിന്നെ മരണത്തിൻ്റെ അവസ്ഥകൾ ഈ വ്യക്തിയിൽ കണ്ടുപോകാൻ അവസാന ഘട്ടമാണ്. ഇയാൾക്ക് ഇനി ഇതിൽ നിന്ന് ആശ്വാസം ഉണ്ടാവൂല, ഇയാൾ മരിക്കാൻ അടുത്തായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തൗബയെക്കുറിച്ചും ഷഹാദത്ത് പറയുന്നതിനെക്കുറിച്ചൊക്കെ ആൾ ഓർമ്മപ്പെടുത്തും ചെയ്യാം. അള്ളാഹുവിനെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ടാകുന്ന വചനങ്ങൾ പറയും ചെയ്യാം, ഉണർത്തും ചെയ്യാം. അല്ലാത്ത നിലക്കാണെങ്കിൽ രോഗിയാണ്, ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, വല്ലാത്തൊരു എന്ന് പറഞ്ഞ് നിരാശയിലേക്ക് കൊണ്ടുപോകരുതേ. മരണത്തിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളും കണ്ടു എന്നുണ്ടെങ്കിൽ അയാൾക്ക് വിശാലതയും അദ്ദേഹത്തിന് തൗബയെക്കുറിച്ചും ഇസ്തിഗ്ഫാറിനെക്കുറിച്ചും പറയാനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും ഷഹാദത്ത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ശ്രമിക്കും ചെയ്യാം.
അതല്ല എന്നുണ്ടെങ്കിൽ മരണത്തിൻ്റെ ലക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വിശാലത നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകും, ആയുസ് നീട്ടിത്തരും. ഇനിയും ഒരുപാട് റമദാൻ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാകും. ഇനിയും ഒരുപാട് റമദാൻ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാകും ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകും, സുഖമാക്കി തരും എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കുക. ഈ നിലക്കുള്ള രോഗസന്ദർശനം ലഹാ അഥറുൻ കബീർ, വലിയ ചലനങ്ങളും ഫലങ്ങളും ആ രോഗിയിൽ അതുണ്ടാക്കാനും കഴിയും ഈ നിലക്കുള്ള സന്ദർശനമാണെങ്കിൽ. വഇദാ മരിള ഫഉദുഹു, ഷെയ്ഖ് ഹഫിളഹുള്ള പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവങ്ങളും വെച്ചുകൊണ്ട് കാഫിറായ ഒരു മനുഷ്യർ രോഗിയായി കിടക്കുകയാണെങ്കിൽ പോലും അവനെ സന്ദർശിക്കാമെന്നുള്ളത് ബന്ധം കാര്യത്തിൻ്റെ പേരൊക്കെയാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃവ്യനായ അബൂ താലിബ് രോഗിയായി കിടക്കുന്ന സമയത്ത് സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. പ്രവാചകന് സേവനം ചെയ്തിരുന്ന ഒരു ജൂത കുട്ടിയുണ്ടായിരുന്നു അയൽവാസിയുടെ കൂട്ടത്തിൽ. ആ കുട്ടി രോഗിയായി കിടക്കുന്ന സമയത്ത് പ്രവാചകൻ ആ കുട്ടിയുടെ രോഗം കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ കുഫാറുകളാണ് രോഗികൾ എന്നുണ്ടെങ്കിൽ പരമാവധി അവരോട് ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ കുറിച്ചൊക്കെ പറഞ്ഞ് താല്പര്യങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിലേക്കുള്ള ദഅവത്ത് നടത്തും ചെയ്യും. അതിനുപയോഗപ്പെടുത്തും നല്ല നിലക്കുള്ള ഒരു സൗഹാർദ്ദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ജൂത കുട്ടി രോഗിയായി കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് ചെന്നിട്ട് ആ കുട്ടിയോട് മുസ്ലിമാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി അവൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി, ജൂതൻ്റെ. അപ്പോൾ ജൂതൻ പറഞ്ഞു, അബുൽ ഖാസിം പ്രവാചകൻ അവർ വിളിച്ചിരുന്ന കുഞ്ഞത്തിലായിരുന്നു, അദ്ദേഹത്തിന് അനുസരിച്ചോ വഴിപ്പെട്ട് മുസ്ലിമായിക്കോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ കുട്ടി മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോരുന്ന സമയത്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. അൽഹംദുലില്ലാഹ്, നരകത്തിൽ നിന്ന് ആ കുട്ടിയെ അള്ളാഹു രക്ഷപ്പെടുത്തി. അബൂ താലിബും തന്നെ രോഗിയായി കിടക്കുന്ന സമയത്ത് അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോയി അബൂ താലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ദഅവത്ത് നടത്തുകയും അത് പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അബൂ ജഹലും വേറെ മറ്റൊരു മുശ്രിക്കായ മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നു. ആ ദുഷിച്ച കൂട്ടുകാർ അബൂ താലിബിനെ കലിമത്ത് തൗഹീദ് പറയാൻ അനുവദിക്കാതെ തടസ്സം സൃഷ്ടിച്ചു. ചീത്ത കൂട്ടുകെട്ട് ഒരു മനുഷ്യനെ അവൻ്റെ ഇരുലോക പരാജയത്തിന് കാരണമാകുമെന്നുള്ളതിന് പണ്ഡിതന്മാർ പറയുന്ന വലിയൊരു സംഭവമാണ് അബൂ താലിബിൻ്റെ ചരിത്രം. ദുഷിച്ച കൂട്ടുകാർ ഒരു മനുഷ്യനെ ഈ ലോകത്തും പരലോകത്തുള്ള പരാജയത്തിന് അവർ കാരണക്കാരാകും. അതുകൊണ്ട് നാം കരുതിയിരിക്കണം. ആറാമത് പറഞ്ഞ അദബ് ഇദാ മാത ഫത്തബിഅ ജനാസതഹു. മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്ത് സംസ്കാരം, അതിൻ്റെ പരിപാലനം, അതിൽ പങ്കെടുക്കാൻ തയ്യാറാവണം. ആ മുസ്ലിമായ മനുഷ്യൻ്റെ അവനെ കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും ഒരുക്കുന്നതും അവൻ്റെ മേൽ നിസ്കരിക്കുന്നതും അവനെ മറമാടുന്നതിൽ ഹാജരാകുന്ന ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു മുസ്ലിം പങ്കെടുക്കണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാവണം എന്നില്ല, നമുക്ക് മുമ്പ് പരിചയമുള്ളവരാവണം എന്നുമില്ല. മുസ്ലിമാണെങ്കിൽ നമ്മുടെ കഴിവനുസരിച്ച് ഈ പറയുന്ന മയ്യത്ത് പരിപാലനം എന്ന് പറയുന്നത് ഫർള് കിഫായി ആയിട്ടാണ് പണ്ഡിതന്മാരത് എണ്ണുന്നത്. കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഓരോ ആളുകളും ചെയ്യാന്നുള്ളതല്ല. ചെയ്താൽ, പങ്കെടുത്താൽ അതിന് വലിയ കൂലി പ്രതിഫലം ഉണ്ട് താനും. അവൻ്റെ പേര് നിസ്കരിക്കുക, അവന് വേണ്ടി ദുആ ചെയ്യുക, അതേപോലെ തന്നെ അവനെ മറമാടുന്ന സമയത്ത് അവിടെ ഹാജരായി മറമാടിയതിൻ്റെ ശേഷം ദുആ ചെയ്യുക, അവന് വേണ്ടി പൊറുക്കലിനെ തേടുക, അവൻ്റെ ഖബറിൻ്റെ അടുത്ത് കുറച്ച് സമയം കഴിച്ചുകൂട്ടുക പോലത്തെ ഈ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ സല്ലാ അലൽ ജനാസത്തി ഫലഹു ഖീറാത്തുൻ മിനൽ അജ്ർ. മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ ഒരു ഖീറാത്ത് കൂലിയുണ്ട്. വമൻ സല്ലാ അലൈഹാ വതബിഅഹാ ഹത്താ തുദ്ഫന. മറമാടുന്നത് വരെ അവൻ്റെ കൂടെ പോയി നിസ്കാരത്തിലൊക്കെ പങ്കെടുത്ത് പൂർണ്ണമായാൽ ഫലഹു ഖീറാത്താൻ, 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ മിസ്ലു ജബലിൻ അളീമിൻ, വലിയ ഒരു പർവ്വതം പോലെയാണ്. വലിയ ഒരു പർവ്വതത്തിൻ്റെ അത്രയാണ് ഒരു ഖീറാത്ത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുമായിരുന്നു, ഒരുപാട് ഇങ്ങനത്തെ കൂലി നമ്മൾ പാഴാക്കിയിട്ടുണ്ട് ഇതറിയുന്നതിൻ്റെ മുമ്പ്. ഒരുപാട് കൂലി നമുക്കിങ്ങനെ പാഴാക്കിയിട്ടുണ്ട് അറിയുന്നതിൻ്റെ മുമ്പ്. മനഃപൂർവ്വമല്ല, ഇങ്ങനെ ഈ പ്രതിഫലത്തിനെ കുറിച്ച് അറിയുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ അതിന് കഴിവിൻ്റെ പരമാവധി ഒരു മുസ്ലിം ശ്രമിക്കണം. ഫഹാദിഹി ഉമൂറുൻ യംബഗി ലിൽ മുസ്ലിമി അൻ യൽതസിമ ബിഹാ. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഇതവൻ്റെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ഒരു മുസ്ലിം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ മറ്റൊരു മുസ്ലിമിനോട് നമുക്കുള്ള ബാധ്യതകളാണിത്.
വഅൻ യുദാവിമ അലൈഹിമ മാ ഇഖ്വാനിഹിൽ മുസ്ലിമീൻ അഹ്യാഅൻ വ അംവാതൻ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ അവൻ്റെ മുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് കൂടെ ഈ പറയുന്ന നന്മകൾ, കടമകൾ അത് പാലിച്ച് നിത്യമായി പതിവാക്കി ജീവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. മരിച്ചൊരു മയ്യത്താണെങ്കിൽ അവന് പോലും മുസ്ലിമീങ്ങൾക്ക് ബാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതേപോലെ മരിച്ച ആ മയ്യത്തിൻ്റെ കുടുംബങ്ങളോടുള്ള നന്മ ചെയ്യുക എന്നുള്ളത് അതിലുണ്ട്. കൂടുതൽ ആളുകൾ വന്ന് പങ്കെടുത്ത് അവരുടെ വ്യസനത്തിൽ പങ്കെടുത്ത് അവരുടെ ഈ മരണപ്പെട്ട മയ്യത്ത് പരിപാലനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കലും അവർക്കൊരാശ്വാസവും അവർക്ക് ക്ഷമയ്ക്ക് വേണ്ടി അവരോട് പ്രേരിപ്പിക്കലും പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളത്. അപ്പം ഈ 6 കാര്യങ്ങൾ, ഇതല്ലാത്ത മറ്റ് ആദാബുകളുണ്ട് താനും. ഇത് നാം വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയിട്ട് ഈ സുന്നത്ത്, ഈ മര്യാദക സ്വഭാവങ്ങൾ നമ്മൾ അത് മറ്റുള്ള ആളുകൾക്ക് പാഠമായിക്കൊണ്ട് പരിചയപ്പെടുത്തേണ്ട വിഷയങ്ങളാണ്. രണ്ടാമത് വേറൊരു ഹദീസ് ഷെയ്ഖ് ഹഫിളഹുല്ല ഇതിൽ പറഞ്ഞത് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. ദുനിയാവിൻ്റെ കാര്യത്തിൽ, ഭൗതികമായ നിഅമത്തുകളുടെ കാര്യത്തിൽ, സാമ്പത്തികോ ശാരീരികോ അഴകോ ആരോഗ്യമോ കുടുംബമോ ഭവനങ്ങളോ വാഹനങ്ങളോ ദുന്യവിയായ ഏത് കാര്യങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അദബ്, നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും, നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും കിട്ടും. മറ്റുള്ള ആളുകളോടുള്ള ആ വെറുപ്പ്, അസൂയ, അതേപോലെ തന്നെ അവർക്ക് കിട്ടിയ നിയമത്ത് നശിച്ചു പോകാനുള്ള ചിന്ത, മനസ്സിൻ്റെ അസ്വസ്ഥ്യം, അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ കിട്ടുന്ന വളരെ മഹത്തായ ഒരു അദബാണ് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. ഭൗതികമായ വിഭവങ്ങളിൽ നിങ്ങളിലേറെ കുറവുള്ള, താന്നു നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കുക. സാമ്പത്തികമായ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിലേറെ സാമ്പത്തികമായി പരാധീനതകളിൽ എത്രയോ ആളുകളുണ്ടല്ലോ. നമ്മുടെ ഇടവും വലവും മുന്നിലും പിന്നിലും നമ്മൾ കാണില്ലേ. ജോലിൻ്റെ കാര്യത്തിലും വരുമാനത്തിൻ്റെ കാര്യത്തിലുള്ളവരുണ്ട്. ആരോഗ്യത്തിൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിലേറെ രോഗികളായ ആളുകൾ, പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ എത്രയോ ഉണ്ടല്ലോ. അഴകിൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ വിരൂപിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇതിലേറെ വിരൂപമായിട്ട് അള്ളാഹു തആലക്ക് എന്നെ സൃഷ്ടിക്കാമായിരുന്നല്ലോ. ഇത്രയും നിഅമത്തുകൾ അള്ളാഹു എനിക്ക് നൽകിയില്ലേ. അങ്ങനെ ഓരോ വിഷയത്തിലും, വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ, വാഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഒരാൾ കാറില്ലാത്തവനാണെങ്കിൽ ആ കാറില്ലാത്ത വ്യക്തിയാണെങ്കിൽ അവർ ബൈക്കുണ്ടല്ലോ, സ്കൂട്ടില്ലേ, സൈക്കിൾ എപ്പോഴും ഈ റോഡിൽ കൂടെ പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. എപ്പോഴും ഉണ്ട് സൈക്കിൾ പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നു. അപ്പം അതിലേറെ നല്ലൊരു വാഹനം നമ്മളെ കയ്യിൽ. അങ്ങനെ ഓരോ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ്, ഈ ഒരു അധ്യാപനം, ഇത് ഈ മാനസിക രോഗത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ വളരെ മഹത്തായ ഒരു അധ്യാപനമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശിക്കലുണ്ട്. മാനസിക രോഗത്തിനും മാനസിക സംഘർഷങ്ങൾക്കും മനസ്സിനെ അലട്ടുന്ന പലജാതി പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. ദുന്യാവിൻ്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. ദുന്യാവിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിലേറെ ഉന്നതരായ ആളുകളിലേക്കാണ് നോക്കേണ്ടത്. പലപ്പോഴും ദഅവത്ത് നടത്തുന്ന ആളുകളും പറയുന്ന ആളുകളും സഹാബത്ത് അങ്ങനെയായിരുന്നു, പ്രവാചകന്മാരങ്ങനെയായിരുന്നു, താബിഈങ്ങൾ അങ്ങനെയായിരുന്നു എന്നിങ്ങനെ പറയലുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും അന്നത്തെ കാലത്ത് സാധാരണക്കാർ ഒരുപാടില്ലേനോ, എന്നാലും ഇതിൻ്റെ ഓല കാര്യമൊന്നും ഇവർ പറയാത്ത. ഓല കാര്യം പറഞ്ഞു എന്നിട്ട് നമ്മൾ അതിലേറെ ഡൗൺ ആകല്ലേ ചെയ്യുക. നമ്മളിലേറെ കൂടുതൽ ഇബാദത്ത് ചെയ്ത, റമദാൻ മാസം 60 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത ഒരു ഇമാമിൻ്റെ ചരിത്രം പറയുമ്പോഴല്ലേ നമുക്കൊരു 6 പ്രാവശ്യമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുള്ളൂ അല്ലേ. അപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ നമ്മളിലേറെ മുന്നിൽ ഉയർന്നു പോയ ആളുകളെ മാതൃകയാക്കാനാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞു ഫബിഹുദാഹു മുഖ്തദി. ആ പ്രവാചകന്മാരെ അവരുടെ ഹിദായത്തിനോട് പിന്തുടരാനാണ് നമ്മൾ പറഞ്ഞു. നേരെ മറിച്ച് ദുന്യാവിൻ്റെ കാര്യത്തിൽ നമ്മളിലേറെ താന്നു നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കുക. ഇനി ഒരാൾ പറഞ്ഞാൽ ഞാൻ വേറുള്ള കൊട്ടാരമുള്ളടത്തേക്കും വലിയ സമ്പന്നൻ്റെ അടുത്തേക്കും വലിയ ബിസിനസ്മാരുടെ അടുത്തേക്കും നോക്കുള്ളൂ. നോക്കിയാൽ നിന്റെ മനസ്സിനും നിന്റെ ശരീരത്തിനുമാണ് അതുകൊണ്ടുള്ള പ്രയാസം. നിന്റെ മനസ്സാണ് സംഘർഷം, കത്തി നിൽക്കൽ നിനക്കായിരിക്കും, നിനക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നേരെ മറിച്ച് കുറവുള്ള ആളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, എത്ര നിഅമത്തിലാണ് ഞാൻ, എത്ര അനുഗ്രഹത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ നേട്ടത്തിനും നമ്മുടെ മനസ്സിൻ്റെ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കാനാണ്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനാണ്. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ നന്ദി കുറച്ച് കാണാതിരിക്കാനുമാണ്. മറ്റേത് നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ വില കുറച്ച് കാണും. ഒന്നുമില്ലല്ലോ എന്നുള്ളത്. അതാണ് ഹദീസ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്യാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളിലേറെ താന്നു നിൽക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കി. ദുനിയാവിന്റെ കാര്യത്തിൽ വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, ഭൗതികമായിട്ട് നിങ്ങളിലേറെ ഉയർന്ന് മികച്ചു നിൽക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കരുതേ. അങ്ങനെ നോക്കിയാൽ ഫഹുവ അജ്ദറു അൻ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ വില കുറച്ച് കാണാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കും. നമുക്കൊന്നും കിട്ടിയിട്ടില്ല, നമുക്ക് കിട്ടിയൊന്നും പോരാ എന്ന് തോന്നൽ വരും. നേരെ മറിച്ച് നമ്മളിലേറെ താന്നു നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിന്റെ വില മനസ്സിലാകും. അവനോട് നന്ദി ചെയ്ത് മുന്നേറാൻ നമുക്കത് പ്രേരണയാകും. അള്ളാഹുവിനോട് നന്ദി ചെയ്താൽ ഉള്ളത് നിലനിർത്തിത്തരും, കൂട്ടിത്തരും ചെയ്യും. ഉള്ളത് നിലനിർത്തിത്തരും, അതോടുകൂടെ പിന്നീട് അള്ളാഹു കൂട്ടിത്തരും ചെയ്യും. ഇൻ തഷ്കുറൂ യർല്ലാഹു ലക്കും, അള്ളാഹു തൃപ്തിപ്പെടും. അതേപോലെ തന്നെ ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നന്ദി ചെയ്താൽ ഉള്ളത് നിലനിൽക്കും ചെയ്യും, കൂടി കിട്ടും ചെയ്യും, കുറയൂല. നേരെ മറിച്ച് അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും, ഉള്ള നിഅമത്തും ചിലപ്പോൾ നഷ്ടപ്പെടും, വേറുള്ള ദുരിതങ്ങൾ വരും. അതൊക്കെ അപ്പോൾ ദുന്യാവിൻ്റെ കാര്യത്തിൽ ഈ ഒരു അദബ് നമ്മൾ പാലിക്കാൻ തയ്യാറാവണം. നമ്മളിലേറെ ദാരിദ്ര്യമുള്ള ആളുകൾ, അവരിലേക്ക് നോക്കും. വലിയ സമ്പന്നന്മാരുണ്ടാകും, വലിയ കൊട്ടാരങ്ങളുള്ളവരുണ്ടാകും, വലിയ അഴകുള്ളവരുണ്ടാകും, അനുകൂല ഇത് അവരിലേക്ക് നോക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ദരിദ്രരായ ആളുകളെ പോലെ, ആ രോഗിയെപ്പോലെ, ആ ബലഹീനരായ അബലരായ ആളുകളെ പോലെ നമ്മളാക്കിക്കുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അള്ളാഹു ചെയ്തു തന്ന ഈ നിഅമത്ത് അതിനെ വിലമതിക്കാനും അതിനെ നന്ദി ചെയ്യാനും പ്രേരിപ്പിക്കാൻ നമ്മളിലേറെ താന്ന് നിലവാരത്തിലുള്ള ആളുകളിലേക്ക് നോക്കിയിട്ട് അവരുടെ അവസ്ഥ കണ്ടോ, അതിലേറെയൊക്കെ എത്രയോ നിഅമത്തിലാണ് അള്ളാഹുവേ അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് എന്ന് പറയാൻ ഇവന് പ്രേരണയാകും. ദുന്യാവിൻ്റെ കാര്യത്തിലാണ്. നേരെ മറിച്ച് ദീനിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വഫീ ഗൈരി ദാലിക്, ദീനിൻ്റെ കാര്യം അമ്മാ ഇല്ലാ ഫീ ഉമൂരിൽ ഇബാദ, ഇബാദത്തിൻ്റെ കാര്യം ഫഫീ ഉമൂരിൽ ഇബാദത്തി ലാ തൻദുറു ഇലാ മൻ ഹുവ ദൂനക്. ഞാൻ ജമാഅത്തായിട്ട് 5 വഖ്ത് നിസ്കാരത്തിനും പങ്കെടുക്കുന്നുണ്ട്, ഓല് കണ്ടപ്പോൾ അതും പങ്കെടുക്കണില്ല. അപ്പം ഞാൻ അത്യാവശ്യമൊക്കെ ഇബാദത്തുകാരനാണ്. ഞാൻ റമദാൻ മാസം 30 ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, ഓലിപ്പോൾ അതും നോറ്റിട്ടില്ലല്ലോ, അപ്പം ഞാൻ ഏറ്റവും വലിയ ഇബാദത്ത്. അങ്ങനെയല്ല, നമ്മളിലേറെ ഈ പറയുന്ന ഇബാദത്തുകളിൽ മുന്നേറിയ, നമ്മൾ 1 മണിക്കൂർ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നുണ്ട്. സ്വഹാബത്തൊക്കെ അവരൊക്കെ ഇതുപോലത്തെ മരത്തിന്റെ ഭീമുമ്മൽ കയറ് കെട്ടിയിട്ട് അതിമ്മ തൂങ്ങിപ്പിടിച്ച് നിന്നിട്ട് നിസ്കരിച്ചിരുന്നത്. ദീർഘമായിട്ട് ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിരുന്നു. നമ്മൾക്ക് 1 മണിക്കൂറേ നിസ്കരിക്കുന്നുള്ളൂ. അപ്പോൾ കുറവാണ് എന്ന് തോന്നുമ്പോൾ അപ്പോഴേ നന്മകളിൽ മുന്നേറാൻ കഴിയുള്ളൂ. നമ്മൾ 10 രൂപയാണ് ദാനമായിട്ട് നൽകിയെന്നുണ്ടെങ്കിൽ 10,000 നൽകിയ ആളുകൾ സഹാബത്തിന്റെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ഒന്നുമല്ല, നമ്മളൊന്നും കൊടുത്തതൊന്നുമല്ല എന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാകുള്ളൂ. നേരെ മറിച്ച് ദീനിന്റെ കാര്യത്തിൽ നമ്മളിലേറെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാത്ത ആളുകളുണ്ട്. ഞാൻ ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു, വലിയ ഇബാദത്തുകാരനാണ് എന്ന് തോന്നിപ്പോകും. അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ നമ്മൾ ചെയ്ത ഇബാദത്തുകളെ, നമ്മുടെ ത്വാഅത്തുകളെ കുറിച്ച് എടുത്തു പറഞ്ഞ് മിന്നത്തുണ്ടാകും, അത് നമ്മൾ അപകടത്തിൽപ്പെടുത്തും ചെയ്യും. അപ്പോൾ ദീനിന്റെ കാര്യത്തിൽ നമ്മളിലേറെ ഉന്നതരായ, ഉത്തമരായ, ഏറ്റവും നല്ല തഖ്വ സൂക്ഷിച്ച മുൻഗാമികളിലേക്കാണ് നോക്കേണ്ടത്. അപ്പോഴേ അവർ ചെയ്തതുപോലെ ചെയ്യാനുള്ളൊരാഗ്രഹമെങ്കിലും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ദീനിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ദുന്യാവിന്റെ കാര്യത്തിൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൽമ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സദസ്സിൽ ഞാൻ പങ്കെടുത്തു, അൽഹംദുലില്ലാ, ഒരുപാട് ഇൽമ്, അങ്ങനെയല്ല. വലിയ വലിയ ഉലമാക്കൾ, ബുഖാരി റഹ്മഹുല്ല, ഇമാം മുസ്ലിം റഹ്മഹുല്ല, ഇമാം ഷാഫിഈ, നാസിറുദ്ദീൻ അൽബാനി, ഇബ്നു ബാസ്, ആ പണ്ഡിതന്മാരൊക്കെ മനുഷ്യന്മാർ ഇൽമ് നേടിയിട്ട് ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ എന്തുകൊണ്ടായിക്കൂടാ? നമുക്കും എന്തുകൊണ്ടങ്ങനെ ഇൽമ് നേടിയിട്ട് ഉന്നതമായ സ്ഥാനത്തെത്തി സമൂഹത്തിന് ദഅവത്ത് നടത്തിക്കൂടാ? ആളുകൾക്ക് ഇതിൽ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തുകൂടാ? ആ നിലക്ക് ഓരോരോ വിഷയങ്ങൾ, ദീനിന്റെ കാര്യങ്ങളിൽ നമ്മളിലേറെ മികച്ച് മുന്നേറിയ ആളുകളിലേക്ക് നോക്കുക. ദുന്യാവിന്റെ കാര്യത്തിൽ ഏത് വിഷയമാണെങ്കിലും നമ്മളിലേറെ താഴെ നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ മറ്റൊരദബാണ്. ഈ പറയുന്ന ആദാബുകൾ, ഇതുപോലത്തെ അധ്യാപനങ്ങൾ, വചനങ്ങൾ കേട്ട് പഠിച്ച് ഇസ്ലാമികമായ ഉത്തമമായ അദബുകൾ, മര്യാദകൾ, സ്വഭാവ ഗുണങ്ങൾ നേടിയെടുത്ത് അഹ്സനുക്കും അഖ്ലാഖൻ, അള്ളാഹുവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. ഖുർആനിലും സുന്നത്തിലും വന്ന ഈ അദബുകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, സഹായിക്കട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.